ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്ന ഈ പേര് കേട്ടപ്പോൾ? ഞങ്ങൾ അത്ര ചിന്തിക്കാറില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പേര് അജീഷ്. എന്റെ പേര് അജീഷ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ആലോചിച്ചത് അതാണ് ഞാൻ. ഇരട്ടത്താപ്പ് നടത്തുന്ന ഒരു വഴിക്ക് WCC പോകുന്നു, അമ്മ സംഘടന ചില കാര്യങ്ങൾ മൗനമായി പോകുന്നു. നിങ്ങൾ താരസംഘടന ഉള്ളതാണെങ്കിൽ അമ്മ സംഘടന ചില കാര്യങ്ങൾ മൗനമായി പോകുന്നു. എന്നിട്ട് കോടതി നേരിട്ട് അമ്മയെ ഇതിനകത്ത് കക്ഷി ചേർന്നു. ആ നിലയിലേക്ക് വരെ ഇന്ന് കോടതി എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ആ നിലയ്ക്ക് വരെ കോടതി എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഓൺ ദിസ് ഡേ ഞാൻ കുറച്ച് ദിവസങ്ങൾ പറയും, ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയും. ആ ദിവസത്തിന്റെ മെമ്മറി നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ? ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് എന്റെ ഫാമിലി റിയലൈസ് ചെയ്ത ദിവസം. അവരിപ്പോഴും റിയലൈസ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. ഉണ്ടായേക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമ്മയെ ഉൾപ്പെടെ കക്ഷി ചേർത്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് അറിയേണ്ട ബാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആർജവത്തോടുകൂടി മുന്നോട്ട് വേണം. അമ്മയിൽ ഭാരവാഹി ആകുന്നതൊക്കെ നിഖിലയൊക്കെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആർജവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. മത്സരിക്കുന്നുണ്ടോ? അപ്പം ബേസിക്കലി ഒരു ഡാൻസർ ആണ്. ഇതില് ഡാൻസ് കളിച്ചിരുന്നു? എന്താ അവസ്ഥ? മാക്സിമം ഫണ്ണാക്കാൻ നോക്കി. ഫണ്ണിന്റെ ഭാഗമായിട്ട് ഞാൻ ഡയറക്ടറെ കുറച്ചൊന്ന് ഡാൻസിപ്പിച്ചു എന്നല്ലാണ്ട്. അല്ലെങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ സിനിമയിൽ പ്രയോഗിക്കേണ്ട ഡാൻസ് കളിക്കാനല്ലോ. അല്ലെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം അല്ല ബുക്ക് ചെയ്തത്. സീരിയസ് ആയിട്ട് പറയാറില്ല. ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക. നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ പുറലോകം അറിയുന്നില്ല. അത് മാധ്യമ സ്ഥാപനമായുണ്ട്. അവിടെ തന്നെ തീരുന്നു, അതിന്റെ ഉള്ളിൽ തീരുന്നു. എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ പ്രണയ സിനിമകൾ കൂടുതൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതൊരു നേരത്തെ തുടക്കത്തിൽ നമ്മൾ പല രീതിക്കാണ് പ്രണയം എന്ന് പറഞ്ഞല്ലോ. നമുക്കൊരു പ്രണയ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കോളേജ് ജീവിതം സ്കൂൾ ജീവിതം ഒക്കെ ഓടിയെത്താറുണ്ടോ? എങ്ങനെയാണ്? ക്യാമ്പസ് ജീവിതമൊക്കെ ഉണ്ടല്ലോ. ഇല്ല, എന്റെ ക്യാമ്പസ് ജീവിതമൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാ ഈ കുറച്ച് ദിവസം കോളേജിൽ പോവാ, കുറെ ദിവസം സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പ്രണയിക്കാൻ സമയമില്ല, സൗകര്യമില്ല. അങ്ങനെ പറഞ്ഞ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്? ഇല്ല, ഞാൻ മെസ്സേജ് അയച്ചു, അല്ലെ കത്തയക്കും. മുഖത്ത് നോക്കി പറയും. അവരെന്നോട് മുഖത്ത് നോക്കിയല്ലേ പറയണേ, അപ്പൊ ഞാൻ അവരോട് തിരിച്ചത് മുഖത്ത് നോക്കി പറയണ്ടേ? അതല്ല എന്റെ ഒരു മര്യാദ. എത്ര പേര് പ്രണയിക്കാൻ വന്നിട്ടുണ്ടോ? അറിയില്ല എനിക്ക്. ഞങ്ങള് ചോറിട്ട് വരട്ടെ. പ്രണയം എല്ലാത്തിനും ഒരു പരിഹാരമാണ്. മരുന്നാണ് എല്ലാത്തിനും പരിഹാരം. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇത് സീരിയസ് ആണ്. ഇത് ട്രോൾ ചെയ്യല്ലേ, കാരണം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ട്രോൾ വരും. നീ അല്ലേ ട്രോള് വേണമെന്ന് പറഞ്ഞു. ഈ പർട്ടിക്കുലർ 10 മിനിറ്റ് എന്റെ കയ്യിലുള്ള എന്നെ എല്ലാരും ഒന്ന് ട്രോൾ ചെയ്ത് ഇതൊന്ന് വിജയാക്കണം എന്ന് പറഞ്ഞ ആരാ? അല്ലല്ല, ഈ ചോദിക്കും ഭയങ്കര ചൂട്. നിങ്ങൾ പ്രായമുള്ളവരെല്ലാരും ഒന്ന് സ്മാർട്ട് ആയിരുന്നു ചോദിക്കുക. അതായത് 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തില്ല. അതായത് എനിക്ക് പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ആണ്. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യും? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്നാ പോക്കോ. ഡിസ്കഷീപ്പിനൊക്കെ ബേസിക്കലി എന്ത് പറയുമ്പോഴേ തക്ലീഫ് സ്വഭാവം ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും ഇതുവരെ അതൊന്നും അങ്ങനെ സിനിമകളിൽ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. അതല്ല, നിഖില ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. അത് ഗുരുവായൂരമ്പല നടയിൽ യൂസ് ചെയ്യും? ഇല്ല.
രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്കത് ഇഷ്ടല്ലേ? എല്ലാവർക്കും അത് എനിക്കിഷ്ടല്ലേ? അതിപ്പം പ്രൊമോഷൻ ആയാലും എവിടെ പോയാലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജേട്ടനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. പലപ്പോഴും ഒരു ജോലിയുമില്ലാതെ കുറെ വാട്സാപ്പിൽ കയറി തോണ്ടിക്കൊണ്ടിരുന്നത് നമ്മൾ കുറ്റം പറയും. പക്ഷെ നിങ്ങൾ ചേർന്നിരിക്കണം, നമുക്ക് സന്തോഷമാണുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും അറിഞ്ഞില്ല. VR കളിച്ചിട്ടുണ്ടോ? ഇല്ല. കളിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. എല്ലാത്തിലും ഒരേപോലത്തെ എക്സ്പ്രഷൻ, ഒരേപോലെ മറ്റേ ദേഷ്യപ്പെടുന്നു, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് തന്നെ മാത്രമേ അറിയുള്ളൂ എന്നുള്ള ഒരു പൊതുവെ പേര് വന്നിരുന്നു. അതിനെന്ത് പറയും? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിലൊക്കെ ഏത് സിനിമയ്ക്കും പ്രൊമോഷൻ അതൊരു ആർട്ടിസ്റ്റിന്റെ കടമയാണ്. പൈസ മുടക്കിയ പ്രൊഡ്യൂസറിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് പറയാ, അതിന്റെ ഒരു നന്മയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എല്ലാവരും ആകേണ്ടതാണ് അല്ലേ നിഖില? എല്ലാവരും ആകേണ്ടതാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്. നിഖിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. നിഖിലയുടെ സിനിമയിലാണ് ശ്രദ്ധിച്ചിട്ടില്ല. നിഖില എന്താ സാധാരണ ശ്രദ്ധിക്കണം? നിങ്ങളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് ആര് വരുന്നില്ല, വേറെ ഏത് സിനിമയ്ക്ക് ആര് വരുന്നില്ല. ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഏത് ശനി പിടിച്ച സമയത്താണാവോ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്. മലയാളം ഇന്റർവ്യൂ ഒക്കെ കണ്ടു ചേച്ചി. അതില് നിങ്ങൾ ഫുള്ള് തഗ് ലൈഫ് കമന്റ്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അത് എവ്രിവേർ ഉണ്ട്. ഞങ്ങളും ഓരോ ആൾ പെർമിറ്റ് ഇന്ത്യയിൽ അറിയാം. എവ്രിവേർ ഞങ്ങൾ അങ്ങനെ പോയിട്ടേ இருக்கும். എങ്ങനെയാ തഗ് ലൈഫ്? எனக்கு தமிழ் நல்லா தெரியும். நீங்க சொல்ற மலையாளம் எனக்கு புரியல. സ്വാഭാവികമായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്തൊക്കെ കണ്ട മെയിൻലി മോസ്റ്റ്ലി കമൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അപ്പോൾ നിഖിലെ പറ്റി പറയുകയാണെങ്കിൽ നിഖിലെ അങ്ങനല്ല നിഖിലെ പറ്റി ഞാൻ പറയാമെന്നല്ല, നിഖിലെ പറ്റിയിട്ടുള്ള അഭിപ്രായം വെച്ചിട്ട് ആളുകൾ പറയണ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മയിൽ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിഖിലെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, എന്താ പറയുക, കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരു ഒരു ജന സംസാരമുണ്ട്. സോ നിഖില എങ്ങനെയാണ് അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ അത് സ്വീകരിക്കും? ഞാൻ രണ്ടിനും ഇതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം തന്നെ ഓടിയാ. മൈ കണ്ടോളൻസ്.